എന്തായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ? ഈ വാഴ ഈ കൊലച്ചു തുടങ്ങിയ മുതലുള്ള ലക്ഷണങ്ങളൊന്ന് പറയാമോ? കൊലച്ച തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഈ വാഴ സാധാരണ എല്ലാ വാഴയെ പോലെ തന്നെയായിരുന്നു ഇത് കൊല കണ്ടപ്പം സാധാരണ വാഴയിൽ വിട്ട് വലിയൊരു പുതിയായിട്ട് വന്നപ്പോൾ ഞാൻ ഈ വാഴനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ഇപ്പോൾ സാധാരണ ഈ വാഴ എനിക്ക് കൃഷി മൊത്തം ഒരു നഷ്ടത്തിലാണ് കണ്ടത്. കാരണം പടല കുറവുള്ളൊരു വാഴയായിട്ടായിരുന്നത്. അപ്പോൾ ഇത് കൂടുതൽ പടലുണ്ടാവുന്ന വെച്ചിട്ട് ഈ വാഴ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വാഴ കൊലച്ച് കഴിഞ്ഞിട്ട് കൊലയുടെ താഴെ ഉണ്ടാവുന്ന വാണിയാണ് ആദ്യം കണ്ടത്. അപ്പോൾ അത് ആദ്യമായിട്ടൊരു പടല ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവുന്നതിനും അത് മൊത്തം അങ്ങനെ തന്നെയായി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറെ പല വാഴകൾ കണ്ടപ്പോൾ ഒരു വാഴ മാത്രമല്ല ഈ തോട്ടത്തിൽ പലത് 5 or 8 വാഴ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ കുറേ കൊലകളൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞു, മറ്റുള്ള കാണണ്ടെന്ന് വിചാരിച്ച് ഒടിച്ച് കളഞ്ഞു. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇത് എല്ലാ വാഴനെയും ഇതുപോലെ ബാധിച്ചാൽ എങ്ങനെയാവും എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ട്. എല്ലാ വാഴയും ഇതുവരെ കുലച്ചാൽ നിങ്ങളുടെ തീന്മേശയിൽ ഇങ്ങനത്തെ ഒരു ഞങ്ങൾ ഇവിടെ ജനങ്ങൾ കുറേ കാര്യത്തിൽ സമരം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരും കൂടി സമരത്തിൽ ഏർപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ? അതാണ് എൻ്റെ നല്ലൊരു ആശങ്കയുണ്ട് എനിക്ക്. ഇനി എന്നെപ്പോലുള്ള ഒരു കൃഷിക്കാരൻ അങ്ങനത്തുള്ള എനിക്കൊരു മുൻവർഷങ്ങളിൽ വേളാങ്കി എന്നൊരു കപ്പ ഉണ്ടായിരുന്നു ഇവിടെ. അത് കുത്തിയപ്പോൾ മൊത്തത്തിൽ കുത്തി കഴിഞ്ഞപ്പോൾ 1 ഏക്കർ സ്ഥലത്തോളം ഞാൻ വലിച്ചു കളഞ്ഞു. അപൂർവമായിട്ട് 1-2 കിഴങ്ങൊക്കെ കിട്ടിയേ, വെറും വേര് മാത്രം. നെല്ല് മുഴുവൻ വെള്ളക്കതിരായിട്ടും കൊലക്കേണ്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കൃഷിക്കാരൻ നാളെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് എന്നെപ്പോലുള്ള കൃഷിക്കാർ ചെയ്യുന്ന ദോഷങ്ങളായിരിക്കാം ഞങ്ങൾക്ക് തരണമെന്നോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകത്തിൽ ആൾക്കാർ ചെയ്യുന്ന ദുഷ്ടതകൾക്ക് പരിഹാരമായിട്ട് ഈ കൃഷിയും അങ്ങനെ നാളുകളിൽ വരും എന്നുള്ളതിന് എന്നെ സംബന്ധിച്ച് ഉറപ്പാണ്. ഞാനും പട്ടിണി കൊണ്ട് കൃഷിക്കാരനായാണ്. അപ്പോൾ വാഴക്കൃഷി വ്യാപകമായിട്ട് ഈ രീതിയിൽ വിളവില്ലാത്തതായി തീർന്നേക്കാൻ ഇടയുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഇത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് നമ്മൾ കൃഷിക്കാരന് എപ്പോഴും എല്ലാ കൃഷിക്കാരും പറയും നഷ്ടം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും നഷ്ടം എന്ന് പറയാം. നഷ്ടം എന്നിട്ടൊക്കെ ഉണ്ട്, നഷ്ടവും ലാഭമൊക്കെ കൃഷിക്കാരുണ്ടാവുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ ഇത് നഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ലാഭത്തിന് വേണ്ടി മാത്രം എന്തും ചെയ്യാം. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും രാസവളങ്ങളും അതും ഇതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇറക്കി നമുക്ക് ഇത് പരിശോധിക്കാനോ കണ്ടെത്താനോ യാതൊരു മാർഗ്ഗങ്ങളും ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് ഒരു രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇത് കാണാൻ പറ്റില്ല എന്ന്. നമ്മൾ കൃഷിക്കാരന് എന്ത് ഇതുണ്ട്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുക, അത് വളർന്നു വന്നാൽ അത് ചെയ്യുക, കീടനാശിനി എന്നാൽ ചെയ്യുക. 100% വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് കൃഷിയിലുള്ളത്. 100%, അല്ലെങ്കിൽ 1% ഉണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ ലാഭം കൊതിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോവും, തീർച്ചയായിട്ടും മാറിപ്പോവും അവർ. അപ്പോൾ അങ്ങനെ കൃഷിക്കാരന് ഇനിയൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്ന് ഈ ലോകത്തിനൊരു ഇതാക്കി കാണിക്കും ഇവർ. ഈ കൃഷി കാണിക്കും നമ്മളെ കൊണ്ടുവരായ്മ, മനുഷ്യൻ്റെ കൊണ്ടുവരായ്മ നമ്മളത് കാണിച്ചിരിക്കും. ഇത് സത്യമാണ്, ഇതിലൊരു അസത്യം ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരു കാണാനും എന്നെ പോലെ അല്ലെങ്കിൽ ഈ ലോകത്തിന് കാണാനും മാതൃകയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ വേറെ കൊലകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ ഒരു 28 കൊല്ലത്തോളമായിട്ട് ഈ വാഴക്കൃഷിയിൽ മാത്രമല്ല നമ്മൾ മൊത്തം എല്ലാ കൃഷികളും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ തോട്ടത്തിൽ ഇങ്ങനെ അപൂർവമായിട്ട് 5 8 ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ.